തമിഴ്നാട്ടിൽ ഇരയ്ക്കൊപ്പം നിന്നതിന് പലരെയും DMK സർക്കാർ വേട്ടയാടുകയാണ്. അതിലൊരാളാണ് നടിയും BJP നേതാവുമായ ഖുശ്ബു. ഖുശ്ബുവിനെ കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിൻ്റെ പേരിൽ ഖുശ്ബു ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ട് പാർപ്പിച്ച ഇടമാണ്. എത്രത്തോളം ക്രൂരനാണ് DMK സർക്കാർ എന്നുള്ളതിൻ്റെ തെളിവ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസ് തന്നെ കേസ് അട്ടിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് BJPയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയത്. അണ്ണാമലൈ നേതൃത്വം കൊടുത്ത പ്രതിഷേധമായിരുന്നു. എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രതിഷേധങ്ങൾ BJPയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയിട്ടായിരുന്നു. അതിൽ തന്നെ ഖുശ്ബു BJP നടിയും BJPയുടെ നേതാവും നടിയുമായിരുന്ന ഖുശ്ബു നേതൃത്വം കൊടുത്ത ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധം മധുരയിലാണ് നടന്നത്. മധുരയിൽ നടന്ന പ്രതിഷേധത്തിൽ അവിടുത്തെ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ, ആ ക്ഷേത്രത്തെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏകദേശം ആ ക്ഷേത്രം എന്ന് പറയുന്നത് കണ്ണകി ക്ഷേത്രം, മധുരയിലെ കണ്ണകി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു ഈ റാലി ആരംഭിച്ചത്. സ്ത്രീകളിൽ പലരും കണ്ണകിയുടെ വേഷം ധരിച്ചും മുളകരച്ചുമാണ് പ്രതിഷേധിച്ചത്. ചിലമ്പുകളും പലരും കയ്യിൽ കരുതിയിരുന്നു. അതായത് ഒരു പുരുഷാധിപത്യത്തിനെതിരായിക്കൊണ്ട് തൻ്റെ ആത്മാഭിമാനത്തിന് നേരെ വന്ന ആളെ എങ്ങനെയാണോ കണ്ണകി പ്രതിഷേധിച്ചത്, കണ്ണകി അതിനെ എതിർത്തത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ച ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൻ്റെ മുഖമായി നമ്മൾ കണ്ണകിയെ കാണുന്നുണ്ട്. ആ കണ്ണകിയുടെ രൂപം ധരിച്ചുകൊണ്ട് പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങി BJPയുടെ പ്രവർത്തകർ എന്നാണ്. അപ്പോൾ കണ്ണകിയുടെ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച റാലി അവിടെ ചെന്നുകൊണ്ട് ശക്തമായി പ്രതിഷേധിക്കുന്നു. അവിടെ മധുരയിലുള്ള പ്രതിഷേധത്തിന് പോലീസ് തടയിടുന്നു. പോലീസ് വന്ന് ബ്ലോക്ക് ചെയ്യുന്നു. ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് ഖുശ്ബുവിനോടും പ്രവർത്തകരോടും പറയുന്നു. പക്ഷേ അവരതിന് തയ്യാറായിരുന്നില്ല. ശക്തമായ പ്രതിഷേധം തന്നെ അവിടെ BJPയുടെ നേതൃത്വത്തിൽ നടന്നു. അതിനെതിരായിക്കൊണ്ട് അവിടെ പോലീസ് പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ചു. പോലീസിന് നല്ലൊരു BJPയുടെ ഏതിനെതിരെയാണ് BJP പ്രവർത്തിക്കുന്നത്? ഈ പറയുന്ന അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെതിരെയാണ്. പോലീസ് അടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസാണ്. അപ്പോൾ പോലീസ് പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുമല്ലോ. അവിടെ പെട്ടെന്ന് പ്രവർത്തിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി പോലീസ് വാനിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. നമ്മൾ സ്വാഭാവികമായി ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് കൊണ്ടുപോവുക? സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോവുക. അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ജയിലിൽ താൽക്കാലികമായി പാർപ്പിക്കും. ഇവിടെ ഒരു താൽക്കാലികമായി ആട് വളർത്തുന്ന ഒരു കേന്ദ്രത്തിലേക്കാണ് ഖുശ്ബുവിനെയും അതുപോലെ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് വനിതാ പ്രവർത്തകരെയും കൊണ്ടുപോയത്. എല്ലാവരെയും ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കയറ്റാൻ അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ പോലീസിന് വാഹനം പോലും തികയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വളരെ കുറച്ച് പ്രധാനപ്പെട്ട പ്രവർത്തകരെയും ഖുശ്ബുവിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. 7 മണിക്കൂറോളമാണ് ഈ പറയുന്ന ആടുകളെ വളർത്തുന്ന ആ സ്ഥലത്ത് ഖുശ്ബുവിനെ കൊണ്ടുപോയി പാർപ്പിച്ചത്. ആടിൻ്റെ കാഷ്ടവും അതുപോലെ തന്നെ ആട് വളർത്തൽ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്ര വൃത്തിഹീനമായ സാഹചര്യം അവിടെ ഉണ്ടാകും നമുക്കറിയാം. അവിടെ ഈ മണമെല്ലാം സഹിച്ചുകൊണ്ട് ഖുശ്ബുവും BJPയുടെ ഒരു പ്രമുഖ നേതാവാണ്. അതുപോലെ തന്നെ രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടിയാണ്. അവരെ കൊണ്ടുപോയി പാർപ്പിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ആടിനെ വളർത്തുന്ന സ്ഥലം. എത്രത്തോളം ഉണ്ട് ഈ പറയുന്ന DMKയുടെ സ്ത്രീ അനുകൂല നയം? നമ്മളെല്ലാം പറയുന്നത് പോലെ സ്ത്രീകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സർക്കാരുകളാണ് ഈ പറയുന്ന DMK സർക്കാരായാലും LDF സർക്കാരായാലും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും ഈ സ്ത്രീകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സർക്കാരുകളാണ് വാക്യത്തിലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആ വാക്യത്തിലെങ്കിലും പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് കുറച്ച് സ്ത്രീകളോട് ചെയ്തതാണ്. അവർക്ക് ജയിലില്ലാഞ്ഞിട്ടാണോ? അല്ല, നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് അനുഭവിക്കൂ എന്നുള്ള കൃത്യമായ നയമാണ്, DMKയുടെ നയമാണ് അവിടെ ആര് നടപ്പിലാക്കിയത്? പോലീസ് നടപ്പിലാക്കിയത്. പോലീസിന് കിട്ടുന്ന ധൈര്യം നോക്കണം. നിങ്ങൾ എന്ത് തെമ്മാടിത്തം ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്, ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്ന സ്റ്റാലിൻ്റെ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്കിന് പുറത്താണ് പോലീസ് ഇത്തരത്തിലുള്ള തമ്മാടിത്തം ചെയ്യുന്നത്. ഉദയനിധി സ്റ്റാലിനും കൂടെ അവിടെ കാണിച്ചു കൊടുത്ത തമ്മാടിത്തങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്നത് പോലീസാണ്. ആ പോലീസിനുള്ള ധൈര്യം കിട്ടുന്നതും അവിടുത്തെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെയാണ്. ഖുശ്ബു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് നേരെ വരുന്ന എല്ലാ വിരലുകളും നിങ്ങൾ വെട്ടിക്കളയണമെന്ന് പറഞ്ഞത് ആരാണ്? കലൈഞ്ചറാണ്. ആ കലൈഞ്ചറിൻ്റെ കുടുംബം തന്നെ ഇന്ന് സ്ത്രീകളോട് കാണിക്കുന്നത് ലോകത്ത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നെറികേടിൻ്റെ രാഷ്ട്രീയം. ഒരു പാവപ്പെട്ട പെൺകുട്ടി ആക്രമിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ അവളുടെ ആത്മാഭിമാനത്തെ വീണ്ടും പിച്ച് ചീന്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആര് നടത്തുകയാണ്? DMKയും പോലീസും സർക്കാരും നടത്തുകയാണ്. DMKയുടെ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു എന്നതിലപ്പുറത്തേക്ക് മറ്റൊരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അവിടെ കൂട്ടബലാത്സംഗം നടത്തുന്ന സംശയമുണ്ട്. ആ തരത്തിലേക്കൊന്നും അന്വേഷണം ഇതുവരെ പോയിട്ടില്ല.
ഈ രീതിയിൽ ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള ഒരു വൃത്തികെട്ട കളിയുടെ മാത്രം ഒരു നാടകം നടത്തി പോലീസ് നീങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ആ പ്രതിഷേധിച്ച സ്ത്രീകളെ കൂടി ഇന്ത്യൻ ഭരണഘടനയുടെയോ നിയമത്തിൻ്റെയോ ഒന്നും പിൻബലത്തിലല്ലാതെ പോലീസ് കൊണ്ടുപോയി പാർപ്പിച്ചത് ഈ ആട് വളർത്തൽ കേന്ദ്രത്തിലാണ്. എന്താണ് പോലീസിനുള്ള ധൈര്യം, അല്ലെങ്കിൽ എന്താണ് പോലീസിനുള്ള അവകാശം? പോലീസിന് കസ്റ്റഡിയിലെടുക്കാനുള്ള അവകാശമുണ്ട്, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനോ ഉള്ള അവകാശമുണ്ട്. പക്ഷേ ആ രഹസ്യ കേന്ദ്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ആളുകൾ ആട് വളർത്തുന്ന ഏതെങ്കിലും വ്യവസായികൾ താൽക്കാലികമായി ആടുകളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ കൊണ്ടുപോയി 7 മണിക്കൂർ ഇടുക എന്നുള്ളതല്ല. ഇത് നിയമവിരുദ്ധമായ കാര്യമാണ്. പോലീസിന് അതിന് അർഹതയില്ല, അധികാരമില്ല അവിടെ. പക്ഷെ അവർ നിസ്സഹായരാണ്. അവരവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുമോ? ഈ രീതിയിലാണ് അവിടുത്തെ DMKയുടെ പോലീസ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകളെ ആത്മാഭിമാനം പഠിപ്പിച്ചത് കലൈഞ്ചറാണെന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിരാശയുണ്ടെന്നും ഖുശ്ബു പറഞ്ഞു. അതേസമയം പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഇവരെ സിമ്മക്കല്ലിലെ ആട് വ്യാപാരികളുടെ ഗിൽഡിൻ്റെ കല്യാണ മണ്ഡലത്തിലേക്ക് എത്തിച്ചു. ഇതിന് പിന്നാലെ 300ഓളം ആടുകളെയും ചെമ്മരി ആടുകളെയും അവിടെ എത്തിച്ചു. ആടുകളെയും എത്തിച്ചു. പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കുണ്ടായി. വൈകിട്ടോടെ ഇവിടേക്ക് കൂടുതൽ മൃഗങ്ങളെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ആടിനെ പാർപ്പിച്ചെടുത്ത് വനിതാ നേതാക്കളെ എത്തിച്ചതിനെതിരെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതേസമയം രാവിലെ അറസ്റ്റ് ചെയ്ത ഖുശ്ബുവിനെയും മറ്റ് വനിതാ നേതാക്കളെയും വൈകിട്ട് 6:30ഓടെയാണ് വിട്ടയച്ചത്. 300ഓളം വനിതകൾക്കും 14 പുരുഷന്മാർക്കുമെതിരെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ബലാത്സംഗ കേസിൽ DMKക്കെതിരെ നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയും രംഗത്തെത്തിയിരുന്നു. സ്വയം ചാട്ടവാർ അടിച്ചുകൊണ്ടാണ് അണ്ണാമല ഈ കേസിൽ അന്ന് പ്രതിഷേധിച്ചത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ പലരും ആളുകളും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു നാടകമല്ലേ, സ്വയം ചാട്ടവാർ അടിച്ചുകൊണ്ട് ആരെങ്കിലും പ്രതിഷേധിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ ജയലളിത, അതുപോലെ തന്നെ ഈ പറയുന്ന കരുണാനിധി, അതിനു മുമ്പ് MGR, ഇവരൊക്കെ വന്നത് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള, ഉദാഹരണത്തിന് ഇപ്പോൾ അണ്ണാമലൈ ഒരു ചാട്ടവാർ അടിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നു. ഇത്തരത്തിലുള്ള മറ്റു പല കാര്യങ്ങളും കാണിച്ചുകൊണ്ട് തന്നെയാണ് തമിഴ് രാഷ്ട്രീയം മുന്നോട്ട് പോയത്. ആ തമിഴ് രാഷ്ട്രീയത്തെപ്പറ്റി കൃത്യമായി അറിയാത്ത ആളുകളാണ് അണ്ണാമലയെ ഇതൊക്കെ ഒരു നാടകമല്ലേ എന്ന് ചോദിക്കുന്നത്. അണ്ണാമലയെ 48 മണിക്കൂർ വ്രതമെടുത്തു, ക്ഷേത്രങ്ങളിലൂടെ പോയി ഒരു പ്രതിജ്ഞ ചെയ്തു. ഈ കുട്ടിയുടെ, അതായത് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മാനം കവർന്ന ആളുകളെ നീതിക്ക് മുന്നിൽ, നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നത് വരെ, ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഞാനിവിടെ ഉണ്ടാകും, നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകും എന്ന വാക്കാണ് അണ്ണാമലയെ കൊടുത്തത്. അത് അവിടെ ഉപേക്ഷിച്ച് പോയില്ല മറ്റു രാഷ്ട്രീയക്കാരെ പോലെ അണ്ണാമലൈ. എന്താണ് അദ്ദേഹം ചെയ്തത്? കൃത്യമായി നിരന്തരമായി സമരങ്ങൾ തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിനെതിരെ ആയിക്കൊണ്ട് അവിടുത്തെ CPM, അതായത് ഈ പറയുന്ന DMKയുടെ മുന്നണിയിലുള്ള CPMഉം കോൺഗ്രസും CPIയും അടക്കമുള്ള സംഘടനകളുണ്ടല്ലോ, അവരാരും തന്നെ തമിഴ്നാട്ടിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും നിലവിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സംഘടനകളാണ്. ഒരാളും മിണ്ടുന്നില്ല. ഈ തരത്തിൽ BJPയുടെ നേതാക്കന്മാരായി പോയതിന് ഒരു പറ്റം സ്ത്രീകളെ കൊണ്ടുപോയി അതിൽ പ്രമുഖയായിട്ടുള്ളൊരു നേതാവ് കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ആടുകളെ അവിടേക്ക് എത്തിക്കുകയും മറ്റു മൃഗങ്ങളെ എത്തിക്കുകയും അവിടെ അവരുടെ രൂക്ഷമായ ഗന്ധവും ആട്ടിൻകാട്ടത്തിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ഇരിക്കേണ്ടി വന്ന ഒരു ഗതികേടിനെ അവരൊക്കെ പുച്ഛിക്കുമ്പോഴും ഇങ്ങനെയാണ് ഈ സർക്കാർ ജനങ്ങളോട്, സ്ത്രീകളോട് പെരുമാറുന്നത് എന്ന ഏറ്റവും വലിയ ഉദാഹരണത്തിന്, ഈ ഉദാഹരണത്തിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിനും നമ്മൾ പോവേണ്ടതില്ല. പക്ഷേ ഇതിനൊക്കെ കാലം മറുപടി ചോദിക്കുക തന്നെ ചെയ്യും എന്ന അണ്ണാമലയുടെ വാക്കുകൂടെ കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.